തലേദിവസം മാവൊക്കെ അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം അത് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ കുറച്ച് കൂടി തണുപ്പുണ്ട് കേട്ടോ, നാട്ടിലെ പോലെ അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും കുട്ടികൾക്ക് കൊടുത്തു വിടുന്നതും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതോടൊപ്പം നമ്മൾ സാമ്പാറാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ തക്കാളി ചട്നി കൂടി ഉണ്ട്. ഒരാൾക്ക് തക്കാളി ചട്നി ഭയങ്കര ഇഷ്ടമാണ്, ഒരാൾക്ക് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ചട്നി ഉണ്ടാക്കും, തക്കാളി ചട്നി ഉണ്ടാക്കും. അതല്ലെങ്കിൽ സാമ്പാറിൻ്റെ ഒപ്പം ഇതുപോലെ തക്കാളി ചട്നി ഉണ്ടാക്കും കേട്ടോ. ഇതൊരു ഈസി ആയിട്ടുള്ള തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ. വേണ്ടവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്, കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് സാമ്പാർ മാത്രമാണ്, ഒരാൾക്ക് നമ്മൾ തക്കാളി ചട്നി കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ രാവിലെ ഒരു ചുക്ക് കാപ്പി ഇടാമെന്ന് വിചാരിച്ചോട്ടെ. എല്ലാവർക്കും ജലദോഷം തൊണ്ടവേദനയൊക്കെയാണ്. അപ്പോൾ തുളസിയിലയും കുരുമുളകും ചുക്കൊക്കെ പൊടിച്ചിട്ടിട്ട് ശർക്കര ഇട്ടൊരു കാപ്പിയാണ് കേട്ടോ. നമുക്ക് രാവിലെ ഇത് കുടിക്കുമ്പോൾ നമുക്ക് തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.